നമസ്കാരം. കഴിഞ്ഞ ദിവസം സംവർധന മദേഴ്സൺ എന്ന കമ്പനിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് എനർജി സെക്ടറിലെ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കണ്ടിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിയുടെ ഓഹരി 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു. രസകരമായ കാര്യം, സെപ്റ്റംബറിൽ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിൽ എത്തിയത് മുതൽക്ക് ഓഹരിയിൽ സെല്ലിംഗ് പ്രഷറുണ്ട്. പക്ഷേ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാൽ ഒസ്വാൾ പറയുന്നത് ഓഹരിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ്. പറഞ്ഞു വരുന്നത് JSW എനർജിയെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സോർട്ട് ഇറ്റ്. JSW എനർജിക്ക് KSK മഹാനദി പവർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നതിന് NCLT അഥവാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ അനുമതി ലഭിച്ചിരുന്നു. CCA അനുമതി കൂടി ലഭിച്ചാൽ 16,000 കോടി രൂപയ്ക്ക് KSK മഹാനദി പവറിനെ ഏറ്റെടുക്കാൻ JSW എനർജിക്ക് സാധിക്കും. ഫൈനാൻഷ്യൽ സ്ട്രഗിളുള്ള KSK മഹാനദി പവർ കമ്പനി ലിമിറ്റഡ് 2019 റിസൊല്യൂഷൻ പ്രോസസ്സിന് വിധേയമായത്. CCI ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ JSW എനർജിക്ക് ഈ കമ്പനിയുടെ ഛത്തീസ്ഗറിലെ 3600 മെഗാവാട്ടിന്റെ തെർമൽ പവർ പ്ലാന്റ് സ്വന്തമാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ പവർ ഡിമാൻഡ് പ്രതിവർഷം 7 മുതൽ 8% വർദ്ധിക്കുന്നത്. റിന്യൂവബിൾ എനർജിയിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടെങ്കിലും തെർമൽ പവർ പ്ലാന്റിലുള്ള ഡിപ്പെൻഡൻസിയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. സോ ഈ അക്വിസിഷൻ തെർമൽ പവർ സെഗ്മെന്റിൽ മാത്രമല്ല, പവർ സെക്ടറിൽ മൊത്തമായി മാർക്കറ്റ് ഷെയർ കൂടുന്നതിന് കമ്പനിയെ സഹായിക്കും. കൂടാതെ സപ്ലൈ ഷോർട്ടേജ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഈ അക്വിസിഷൻ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയിലെ മുൻനിര കോൺഗ്ലോമറേറ്റുകളിലൊന്നായ JS ഗ്രൂപ്പിന് കീഴിലുള്ള എനർജി കമ്പനി പവർ ഇൻഡസ്ട്രിയിൽ ഡൈവേഴ്സിഫൈ ആയ പോർട്ട്ഫോളിയോ ഉള്ള ഏറ്റവും വലിയ പവർ പ്രൊഡ്യൂസറുകളിൽ ഒന്ന്. ഒരു പ്യുവർ പ്ലേ പവർ ജനറേറ്റർ എന്ന പദവിയിൽ നിന്നും എനർജി പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് നൽകുന്ന കമ്പനി എന്നതിലേക്ക് വളരാൻ വേണ്ടി കമ്പനി ശ്രദ്ധിച്ചിരുന്നു. റിന്യൂവബിൾ പവർ ജനറേഷൻ കൂടാതെ എനർജി സ്റ്റോറേജ്, എനർജി പ്രൊഡക്ട്സ് ആൻഡ് സർവീസുകളായ സോളാർ മൊഡ്യൂൾസ്, വിൻഡ് ടർബൈൻ മാനുഫാക്ചറിംഗ്, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിലേക്കെല്ലാം പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രദ്ധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊജക്ടിന്റെ ഭാഗമാകാനും സാധിച്ചു. പാൻ ഇന്ത്യയിൽ 11 സംസ്ഥാനങ്ങളിലായി JSW എനർജിയുടെ യൂണിറ്റുകളുണ്ട്. 2025 ന്യൂ ഏജ് ബിസിനസ്സുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് 10 ഗിഗാവാട്ടിന്റെ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്നതിനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഗവൺമെന്റിന്റെ PLI സ്കീമിന് കീഴിൽ 1 ഗിഗാവാട്ട് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഉള്ള അഡ്വാൻസ്ഡ് സോളാർ മൊഡ്യൂൾ സ്ഥാപിക്കുന്നതിനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ മാനുഫാക്ചറിംഗിന് വേണ്ടി 3800 ടൺ പെർ ആനത്തിന്റെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റും കമ്പനി സ്വന്തമാക്കി. കാർബൺ എമിഷൻ മാക്സിമം കുറച്ചുകൊണ്ടുള്ള സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടി 6.2 ഗിഗാവാട്ടിന്റെ റിന്യൂവബിൾ കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് JSW സ്റ്റീലുമായും കമ്പനി കരാറായിട്ടുണ്ട്. ഇത്തരത്തിൽ പവർ സെക്ടറിൽ പ്രത്യേകിച്ച് റിന്യൂവബിൾ മാർക്കറ്റിൽ സ്ട്രോങ് ലീഡർഷിപ്പ് അച്ചീവ് ചെയ്യാൻ JSW എനർജിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് പരിശോധിക്കാം. തെർമൽ, ഹൈഡ്രോ, സോളാർ, വിൻഡ്, ബാറ്ററി സ്റ്റോറേജ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരു സ്ട്രെങ്ത് ആയി നമുക്ക് കണക്കാക്കാം. ഹെൽത്തി ആയ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. 2023 മുതൽ 2030 വരെയുള്ള കാലയളവിൽ 22% CAGR വളർച്ച അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി വിലയിരുത്തുന്നത്. ഈ വർഷം എബിഡയിൽ ഇയർ ഓൺ ഇയർ 53% വളർച്ച കമ്പനിക്കുണ്ടായി. പാറ്റ് ഗ്രോത്ത് നോക്കിയാലും 17% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ കരസ്ഥമാക്കാൻ ഈ വർഷവും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം 681 മെഗാവാട്ട് കപ്പാസിറ്റി കൂടി ആഡ് ചെയ്യാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ CDP ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെന്റിൽ A- റേറ്റിംഗ് കമ്പനിക്ക് ലഭിച്ചിരുന്നു. A ആണ് ഇതിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ. സോ ക്ലൈമറ്റ് ചേഞ്ചിന് അനുസൃതമായ മെഷർ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി നടപ്പാക്കുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി കമ്പനിയുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയ എക്സ്പോഷർ കോൾ ബേസ്ഡ് പവർ ജനറേഷൻ ആയതുകൊണ്ട് റെഗുലേറ്ററി പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. മറ്റ് എനർജി മേഖലകളിലേക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതൽ ചെലവാക്കേണ്ട സാഹചര്യത്തിലേക്ക് കമ്പനിയെ നയിക്കും. നിലവിൽ കമ്പനി തങ്ങളുടെ ഡെപ്റ്റ് കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. ഹെൽത്തി ആയ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ മുന്നോട്ടേക്ക് ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ വെല്ലുവിളി ഉയർത്തിയേക്കാം. കമ്പനിയുടെ എക്സ്പാൻഷൻ പ്രവർത്തനങ്ങൾ കൂടുതലും ഇന്ത്യയിൽ മാത്രം ചുരുങ്ങുന്നത് മറ്റൊരു വീക്ക്നെസ് ആണ്. ഇത് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയെ ലിമിറ്റ് ചെയ്യുന്നു. ഇനി കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം.
2030 50% നോൺ ഫോസിൽ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാറ്ററി സ്റ്റോറേജ് ഒപ്പം ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലെ ഓപ്പർച്യൂണിറ്റീസ് കമ്പനിയുടെ വളർച്ചയ്ക്ക് വളരെയധികം അനുകൂലമാണ്. AI അഡോപ്ഷനും ഓട്ടോമേഷന്റെ എക്സ്പാൻഷനും കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. പാരിസ്ഥിതിക സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കമ്പനികൾ ESG കംപ്ലയൻസ് മെച്ചപ്പെടുത്തുന്നത്. തുടക്കത്തിൽ കമ്പനിക്ക് A- റേറ്റിംഗ് ലഭിച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ കമ്പനിയിലുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് അവസരമൊരുക്കുന്നുണ്ട്. അവസാനമായി മേജർ ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബൺ എമിഷൻ കുറച്ചുകൊണ്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് കൂടുതൽ കർശനമായ നടപടികൾ റെഗുലേറ്ററിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കമ്പനിയുടെ തെർമൽ പവർ പ്ലാന്റുകളിലെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയേക്കാം. കോൾ പ്രൈസിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി കമ്പനിക്ക് ഒരു ത്രെട്ടാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസിയിലോ താരിഫിലോ സബ്സിഡിയിലോ റെഗുലേഷൻസിലോ ഒക്കെ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അത് സോളാർ, വിൻഡ് പോലുള്ള മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സുകളുടെ പ്രൈസിങ്ങിലും എഫക്റ്റ് ചെയ്യും. ഇതും കമ്പനിക്ക് ത്രെട്ടായി കണക്കാക്കാം. കാലാവസ്ഥാ വ്യതിയാനം ഓപ്പറേഷൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് പവർ സെക്ടർ. സോ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഒക്കെ ലോങ് ടേം ഓപ്പറേഷൻസിനും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും വെല്ലുവിളിയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നത് കോമ്പറ്റീഷൻ തന്നെയാണ്. ഗ്ലോബൽ പവർ ജയൻസിന്റെ ഇന്ത്യയിലെ എക്സ്പാൻഷൻ അടക്കം റിന്യൂവബിൾ സെക്ടറിൽ പുതിയ കമ്പനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കമ്പനിക്ക് ലോങ് ടേമിൽ ഒരു മേജർ ത്രെട്ടാണ്. തുടക്കത്തിൽ ഓഹരി വിപണിയിലെ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയ ഓഹരി പിന്നീട് തുടർച്ചയായ 5 മാസങ്ങളിലും വിൽപ്പനാ സമ്മർദ്ദത്തിലാണ്. ഓഹരിയുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് അനലിസ്റ്റുകൾക്ക് സമ്മിശ്രമായ പ്രതികരണമാണുള്ളത്. എന്നാൽ ഈ ഏറ്റെടുക്കൽ അടക്കമുള്ള എക്സ്പാൻഷൻ പ്ലാൻ ഓഹരിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് സഹായിക്കുമെന്നാണ് ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത്. ഓർക്കുക, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. JSW എനർജി എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം.